എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ കുറേ സാധനങ്ങൾ വേണ്ടാതെ മാറ്റി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചിരുന്നൊരു സാധനമായിട്ട് ഈ ഒരു പലക. അപ്പോൾ ഞാൻ അങ്ങനെ മേലേക്കൊക്കെ പോകുമ്പോൾ ഡെയിലി ഈ ഒരു പലക കഷ്ണം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരു പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാശമാവുമെന്ന് അറിയില്ലല്ലോ, വെള്ളമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാശമാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനത് നന്നായി തുടച്ചെടുത്തു കേട്ടോ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു പെയിൻറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചിത്രം വരച്ച് പെയിൻറ്റ് ചെയ്യണം. വലിയ ഐഡിയ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വരയ്ക്കണം, നോക്കാം. ഒരുപാട് സമയം അങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ, എന്ത് വരയ്ക്കണം എന്നറിയാതെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നു. അവസാനം ഞാൻ തന്നെ ഒരു തീരുമാനത്തിലെത്തി എന്ത് ചിത്രം വരയ്ക്കണം എന്നുള്ളത്. ആദ്യമൊക്കെ കുറച്ചൊക്കെ കൊളായി, കാരണം നമ്മൾ അങ്ങനെ ഡ്രോയിങ് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവില്ല എന്തൊരു കാര്യത്തിനോട്, അത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കില്ലേ. അപ്പോൾ ഡ്രോയിങ് പഠിച്ചിട്ടില്ലെങ്കിലും ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വരച്ചൊരു സംഭവം നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയല്ലേ. അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മൾ വരച്ച് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വരയ്ക്കലിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇനി ഇത് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി അക്രാലിക് കളേഴ്സാട്ടോ യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്കിനി പെയിൻറ്റ് കൂടെ ചെയ്യാം. അപ്പോൾ എന്താവും എന്നുള്ളത് കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മഞ്ഞ ഓറഞ്ച് കൂടി മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താട്ടത്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വരച്ച ചിത്രം ഉണ്ടല്ലോ, നമുക്ക് വരച്ച ചിത്രത്തിന് ഇങ്ങനെ ഓരോരോ കളേഴ്സ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ എവിടെയൊക്കെ കൊടുക്കണം അവിടെയൊക്കെ ആദ്യം ഗ്രീൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നതിൻ്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഷെയ്ഡ് കൊടുക്കുന്നത് റെഡാണ് കേട്ടോ. റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്താണ് വരച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ, അങ്ങനെ താമരപ്പൂവാണ്. അപ്പോൾ താമരപ്പൂവിന് നമ്മൾ റെഡ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്ക് ക്ലോത്തിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്, ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഇത് വുഡ് ആയതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് കളർ തന്നെ എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിനി ഈ ലോട്ടസിൻ്റെ വർക്കും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. നമ്മൾ റെഡ് കളേഴ്സ് എവിടെയൊക്കെ കൊടുക്കാണ്ടോ അവിടെയൊക്കെ ഒന്ന് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതിൽ ഇനി ബ്ലൂ കളറാട്ടോ നമ്മളിനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അത്യാവശ്യം കളേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല കേട്ടോ, കാരണം ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ തന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് പെയിൻ്റൊക്കെ ഒന്ന് സെറ്റായി കിട്ടണമല്ലോ, ഒന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്കിനി അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടി ഇതിൽ കാണിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്
ഇതുപോലെ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇതിൽ കുറച്ച് മിറർ വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്കിത് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചുമരിൻ്റെ മേലത് വെച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് കണ്ടുനോക്കാം. ഇനി ഇത് ബ്ലൂ കളർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിപ്പോൾ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്തെടുത്ത കളേഴ്സ് ആട്ടത്. ഇനി ഇതിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡും കൂടി കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് മിററൊക്കെ ഇതിൽ വെക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഏകദേശ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഒരു മിറർ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിത്രം ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് ഫൈനൽ ലുക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.